സ്മൃതി, തീർച്ചയായിട്ടും കടന്നാക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രം പ്രധാനമായിട്ടും മൂന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊന്ന് മോദിയുടെ റെട്ടറിക്കാണ്, രണ്ട് മോദിയുടെ ഗ്യാരണ്ടിയാണ്, മൂന്നാമത്തത് മോദിയുടെ ഡിവിസീവ് സ്ട്രാറ്റജിയാണ്. ഇത് മൂന്നും മോദി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇത് മൂന്നിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് മോദിയാണ്. അഥവാ മൂന്നാമത്തെ തവണ NDA തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPക്ക് ഒരൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ, BJPക്ക് ഒരൊറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ, BJPക്ക് ഒരൊറ്റ ഫേസേ ഉള്ളൂ. ആ ഫേസും സ്ട്രാറ്റജിയും ഒരാളാണ്, അതാണ് നരേന്ദ്രമോദി. ഇന്നത്തെ പ്രസംഗം ഡീകോഡ് ചെയ്ത് നമ്മൾ നോക്കിയാൽ ആ പ്രസംഗത്തിൽ ചില പ്രധാന സവിശേഷതകൾ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രസംഗത്തിൻ്റെ കുന്തമുന നീണ്ടിരിക്കുന്നത് ഈ മോദിയിലേക്ക് തന്നെയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ മോദിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് BJP തുടക്കം കുറിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം, ഏറ്റവും കൂടുതൽ ക്യാമറ കണ്ണുകൾ, ഏറ്റവും കൂടുതൽ ദൃശ്യപരതയുള്ള ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം ഇന്ന് പ്രസംഗം നടത്തുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നത്, അദ്ദേഹം അവിടെ കൂടിയിരുന്ന പ്രവർത്തകരെ ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നത്. 2020 അദ്ദേഹം ജയിച്ചു വരുമ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. സാധാരണക്കാരിലേക്ക് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു, ഇത് TV ചാനലുകളിലൂടെ ഇരുന്ന് കാണുന്ന കോടിക്കണക്കിന് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടർച്ച. 140 കോടി ജനങ്ങളിലേക്കും ഞാൻ എത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു. ഈ നരേന്ദ്രമോദിയുടെ പേരിലുള്ള BJPയുടെ നരേറ്റീവിനെ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്നതാണ്, അഥവാ അതിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നതാണ് ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം. എങ്ങനെയൊക്കെയാണ്? വ്യത്യസ്ത തലങ്ങളിലാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായി ഇത് മോദിയുടെ ഗ്യാരണ്ടി ആണെങ്കിലും അത് നടപ്പിലാക്കാൻ പോകുന്നത് മോദിയല്ല എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ മോദിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് എന്ന് പറയുന്നതിലൂടെ മോദിയെ ഈ നരേറ്റീവിൻ്റെ ലീഡർഷിപ്പിൽ അഥവാ നേതൃത്വ സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാൾ നിഷ്കാസനം ചെയ്യുന്നു. നമുക്കറിയാം 2015 ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ രൂപീകരിക്കുമ്പോൾ 67 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. 70-ൽ 67. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, അന്ന് 2014 ശേഷം രാജ്യമൊട്ടാകെ മോദി വേവ് നിറഞ്ഞു നിൽക്കുന്ന സമയം, ആ മോദി തരംഗത്തിൽ കടപുഴകി വീഴാതെ പോയ സ്റ്റേറ്റ് ആയിരുന്നു ഡൽഹി എന്ന് മാത്രമല്ല 70-ൽ 67 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ ഈ IRSൽ നിന്ന് വന്ന മെക്കാനിക്കൽ എഞ്ചിനീയറായ, വളരെ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന, വളരെ എലക്വൻ്റായി സംസാരിക്കുന്ന, ഒട്ടേറെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സ്വന്തമാക്കുന്നു. നരേന്ദ്രമോദിയുടെ തിളക്കത്തിനേറ്റ മങ്ങലായിരുന്നു അത്. അപ്പോൾ അന്ന് മുതൽ നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിക്കുകയാണ്. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചില്ലേ, എവിടെയാണ് നരേന്ദ്രമോദി നിങ്ങളുടെ വിദ്യാഭ്യാസം? ഞാൻ എൻ്റെ ഖരഗ്പൂരിലെ IIT ബിരുദം കൊടുക്കാൻ തയ്യാറാണ്. ക്യാൻ യു പ്രൊഡ്യൂസ് ഇറ്റ്? നിങ്ങൾ പാസ്സായ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിലെ സയാജിറോ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അതായത് നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തെ തന്നെയാണ് നേരിട്ട് എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാൾ. ഒടുവിൽ വാരണാസിയിൽ പോയി മത്സരിക്കാൻ തയ്യാറാവുന്നു ഇതേ അരവിന്ദ് കെജ്രിവാൾ. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് നേരെ ആക്രമണത്തിൻ്റെ കുന്തമുന കൂർപ്പിക്കുക എന്നതാണ്. ഈ പ്രസംഗത്തിൽ പല ഭാഗങ്ങളിലും ആ കുന്തമുനകൾ ചെന്ന് നിൽക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. ഒന്ന്, മോദിയുടെ ലീഡർഷിപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. രണ്ട്, അതിനൊരു കൺവിൻസിംഗ് ആയ രീതിയിൽ ഒരു ഉത്തരം കൂടി പറയുകയാണ്. മോദിയുടെ അല്ല ഭരണത്തിൽ വരാൻ കാരണമെന്ന് പറയുന്നതിന് വളരെ കൺവിൻസിംഗ് ആയിട്ട് മറുപടി. 75 വർഷത്തിൻ്റെ ഭരണം എന്ന തത്വം കൊണ്ടുവന്നത്, 75 വർഷത്തിൻ്റെ ലീഡർഷിപ്പ് എന്ന ചട്ടം കൊണ്ടുവന്നത് ഇതേ നരേന്ദ്രമോദിയാണെങ്കിൽ 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി 75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദിക്ക് മുരളി മനോഹർ ജോഷിയെ വീട്ടിലിരുത്തിയ അതേ ചട്ടം, സുമിത്ര മഹാജനെ വീട്ടിലിരുത്തിയ അതേ ചട്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ മാത്രം ബാധകമാകാതിരിക്കുക? അങ്ങനെയാണെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പോകുന്നത് അമിത്ഷായായിരിക്കും എന്ന് പറയുന്നതിലൂടെ ആ ലീഡർഷിപ്പിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന്, നരേറ്റീവിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മോദിയെ മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നു. പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത് കടന്നാക്രമിക്കുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു ടോട്ടൽ ലീഡർഷിപ്പിനെ, വൺ നേഷൻ വൺ ലീഡർ, തൻഷാഹി എന്നാണ് അദ്ദേഹം ആ വാക്കിനെ വിശേഷിപ്പിക്കുന്നത്. മേരെ ദേശ് കോ തൻഷാസി സേ ബചാ ലോ എന്നാണ് പറയുന്നത്. എൻ്റെ രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അത് പാർട്ടിക്കുള്ളിലും ഒരു സമഗ്രാധിപതിയായി മാറുന്നു.
വാ തനാഷാഹി സെ ബെജാലോ എന്നാണ് പറയുന്നത്. ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ്. വൺ നേഷൻ വൺ ലീഡർ എന്ന നിലയിലുള്ള ഏകാധിപത്യം, രണ്ട് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ ജയിലിലടച്ചുകൊണ്ടുള്ള ഏകാധിപത്യം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നേതൃത്വത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നു, പകരം അവിടെ അമിത്ഷായെ പ്ലേസ് ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ വോട്ടും അമിത്ഷായ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ മോദിയെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. രണ്ട്, വൺ നേഷൻ വൺ ലീഡർ എന്നതിലൂടെ രണ്ടു രീതിയിലുള്ള ഏകാധിപത്യം നരേന്ദ്രമോദി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന്, പാർട്ടിക്കുള്ളിൽ നിങ്ങൾ വസുന്ധര രാജ സിന്ധ്യയെ നോക്കൂ, ശിവരാജ് സിംഗ് ചൗഹാനെ നോക്കൂ. ഭൂരിപക്ഷം നേടിയിട്ടും മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ എങ്ങനെയാണ് ശിവരാജ് ചൗഹാനെ ഒതുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ വസുന്ധര രാജ സിന്ധ്യയെ ഒതുക്കുന്നത്? എങ്ങനെയാണ് നേരത്തെ സുമിത്ര മഹാജനെ ഒതുക്കിയത്? എങ്ങനെയാണ് ഈ ലീഡർഷിപ്പിനെ മനോഹർലാൽ ഖട്ടറെ ഒതുക്കിയിരിക്കുന്നത്? അതുപോലെ ഇനി ഊഴം വരാൻ പോകുന്നത് യോഗി ആദിത്യനാഥിൻ്റെതാണ്. അധികാരത്തിലെത്തിയാൽ 2 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിനെ വീട്ടിലിരുത്തുമെന്ന് പറയുന്നു. പാർട്ടിക്കുള്ളിലുള്ള ആ ഏകാധിപതിയെ നിങ്ങൾ തിരിച്ചറിയുന്നത് BJP-യിലെ മൃദു സോഫ്റ്റ് ഹിന്ദു വോട്ടർമാരോടുള്ള ആഹ്വാനമാണ്. അതൊരിക്കലും സഹിക്കില്ല നരേന്ദ്രമോദിക്ക്. അതൊരു പ്രധാനപ്പെട്ട വിമർശനം. രണ്ടാമത്തത്, രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചിട്ടില്ലേ? എണ്ണി പറയുകയാണ് അരവിന്ദ് കെജ്രിവാൾ. തേജസ്വി യാദവിനെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നു. മമതാ ബാനർജിയുടെ ക്യാബിനറ്റിലെ മന്ത്രിമാരെ നിങ്ങൾ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നു. ഹേമന്ത് സോറനെ നിങ്ങൾ ജയിലിലടച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു. MK സ്റ്റാലിനെ ജയിലടയ്ക്കാൻ ശ്രമം നടത്തുന്നു. തൻ്റെ കാര്യം മാത്രം അവിടെ പറയുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ തൻ്റെ കാര്യത്തെ പറയാൻ ഉപയോഗിക്കുന്നത് അതാണ് മൂന്നാമത്തെ സ്ട്രാറ്റജി. നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി 2015 കൊണ്ടുവന്നത് എന്താ? പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ, രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു രൂപം. അതായത് കുടുംബമില്ലാത്ത, അഴിമതി ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ലാത്ത ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടല്ലോ, കളങ്കരഹിതനായ നേതാവ്. ആ കളങ്കരഹിതനായ നേതാവ് എന്ന പട്ടം നരേന്ദ്രമോദി താങ്കൾക്കല്ല ചേരുക എന്ന് പറയാൻ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ആ ഭാഷ ഉപയോഗിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ അഴിമതിയുടെ പേരിൽ നിങ്ങൾ ജയിലിലടച്ചു പറയുന്നു നരേന്ദ്രമോദി, നിങ്ങൾ അഴിമതിക്കെതിരായ പാഠം എന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങണം. അതും വളരെ കൺവിൻസിംഗ് ആയ രീതിയിലാണ്. 2015 തന്നെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇബ്രാഹിം എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് മന്ത്രിക്ക് ഒരു കടക്കാരൻ 5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് കേട്ട മാത്രയിൽ ആ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് ചെവി അറിയാതെ CBIക്ക് കൈമാറിയ ആളാണ് ഞാൻ, പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ. എന്നിട്ട് പറയുന്നു, എന്നെയാണ് നിങ്ങൾ അഴിമതിയുടെ പേരിൽ ജയിലിലടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റർ മോദി, നിങ്ങൾ അഴിമതി വിരുദ്ധത എന്താണെന്ന് കണ്ടുപഠിക്കണമെങ്കിൽ എന്നിലേക്ക് വരൂ. അത് നരേന്ദ്രമോദി സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കളങ്കരഹിതമായ രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്കൽ മൊറാലിറ്റി, രാഷ്ട്രീയ ധാർമ്മികതയുടെ സുതാര്യ രാഷ്ട്രീയത്തിൽ ഏറ്റവും കനത്ത പ്രഹരമാണ് അരവിന്ദ് കെജ്രിവാൾ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, ഇത് ഞാൻ അവിടെ കൊണ്ടു നിർത്തില്ല, പഞ്ചാബിലും സമാനമായ രീതിയിൽ എൻ്റെ മന്ത്രിസഭയിൽ നിന്നൊരു മന്ത്രിയെ ഞാൻ പുറത്താക്കി. എന്നിട്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അരവിന്ദ് കെജ്രിവാൾ പറയുന്നു, നിങ്ങൾ എന്താ പറഞ്ഞത്? BJP എനിക്കെതിരെ സമരം ചെയ്തു, ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ മുഖ്യമന്ത്രി പദം എന്തുകൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്നു? നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാത്തത് എന്താ? അധികാരത്തോട് താല്പര്യമുള്ളവരല്ല ഞാൻ. ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് സർവ്വസംഘ പരിത്യാഗിയായി തീരുന്ന വിശ്വഗുരുവിനെ അരവിന്ദ് കെജ്രിവാൾ ചെക്ക്മേറ്റിലേക്ക് വയ്ക്കുന്നത് എങ്ങനെയാണ്? 2015 അധികാരത്തിലെത്തി 49 ദിവസം കഴിഞ്ഞപ്പോൾ ഓംബുഡ്സ്മാൻ ബില്ല് പരാജയപ്പെടുമ്പോൾ ഞാൻ അധികാരത്തിൽ നിന്ന് അധികാരം പുല്ലുപോലെ ഇറങ്ങി കളഞ്ഞുപോയ ആളാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗത്തെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുക. ആ ഡീകോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ചെന്ന് നിൽക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അപകടം മണത്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗിനും അമിത്ഷായ്ക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗത്തോട് പ്രതികരിക്കേണ്ടി വന്നത്. 24 മണിക്കൂറിനുള്ളിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 5 മണിക്കൂറിനുള്ളിൽ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് പരിഭ്രാന്തനായി പറയുന്ന അമിത്ഷായെ നമ്മൾ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ നരേറ്റീവായി പടരാൻ പോവുകയാണ്. മോദിയെ നിങ്ങൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, മോദിയെ നിങ്ങൾ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ 3 പ്രധാനപ്പെട്ട വജ്രായുധങ്ങൾ, മോദിയുടെ റെട്ടറിക്, മോദിയുടെ ഡിവിസീവ് സ്ട്രാറ്റജി, മോദിയുടെ ഗ്യാരണ്ടി, ഇത് 3ഉം യഥാർത്ഥത്തിൽ നിഷ്പ്രഭമായി തീരും. അതൊഴിച്ചു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒന്നുമില്ല എന്നതാണ് വാസ്തവം. താഴെ ഗ്രൗണ്ടിൽ തൊഴിലില്ലായ്മയുടെ നിരക്ക് വർദ്ധിക്കുന്നു. താഴത്തെ നിരക്കിൽ ജനജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥയുണ്ടാവുന്നു. താഴത്തെ തട്ടിൽ ഗ്യാസിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ജീവിതം ദുസ്സഹമാകുന്ന ഘട്ടത്തിൽ മോദി എന്ന് പറയുന്ന ഒരു സിംപിളിനെ അറ്റാക്ക് ചെയ്യലാണ് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നു. ഒരു കാര്യം കൂടി സ്മൃതി നമ്മൾ ഓർമ്മിക്കണം. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ മോദി പ്രതിപക്ഷത്തിൻ്റെ ആർഗ്യുമെൻറ്റുകൾക്ക് പിന്നാലെ അല്ല പോയത്. മോദി അന്ന് ഭരണപക്ഷത്തിലിരുന്ന
UPA സർക്കാരിനെ നിശിതമായി വിമർശിച്ച് ആ ആന്റി ഇൻകുംബൻസി ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും മുതലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി വരുന്നത്. അന്ന് നരേന്ദ്രമോദിക്ക് പിന്നാലെയായിരുന്നു പ്രതിപക്ഷം. എന്നാൽ നോക്കൂ, 2019 ആകുമ്പോൾ ഹൈപ്പർ നാഷണലിസത്തിന്റെ മറ്റൊരു അമിത ദേശീയതയുടെ ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്നുണ്ട്, ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. ആ നെറേറ്റീവിലൂടെ അധികാരത്തിലെത്തുമ്പോഴും അന്നും കോൺഗ്രസിന് പിന്നാലെ പോയില്ല നരേന്ദ്രമോദി എന്നത് ഓർമ്മിക്കണം. പുൽവാമയും ബലാക്കോട്ടും തുണയ്ക്കുന്നു. അപ്പോൾ ഹൈപ്പർ നാഷണലിസത്തിന്റെ ഒരു നെറേറ്റീവിൽ തുടർച്ചയായി രണ്ടാമത്തെ തവണയും പ്രതിപക്ഷത്തിന് പിന്നാലെ മറുപടി പറയാൻ പോകുന്നില്ല. പക്ഷെ മൂന്നാമത്തെ തവണയാകുമ്പോൾ നോക്കൂ, ആദ്യഘട്ടത്തിൽ 400 സീറ്റിന്റെ ആത്മവിശ്വാസവുമായി പ്രചരണ രംഗത്തിറങ്ങുന്ന BJPക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗത്തിന് മറുപടി പറയേണ്ടി വരുന്ന അമിത്ഷായെ നമുക്ക് കാണേണ്ടി വരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ കോട്ട് ചെയ്ത് പ്രസംഗിക്കേണ്ടി വരുന്ന നരേന്ദ്രമോദി നമുക്ക് കാണേണ്ടി വരുന്നു. ഈ പ്രചരണങ്ങളിലുടനീളം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലേക്ക്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിലേക്ക്, എന്തിനേറെ സാം പിത്രോദയുടെ സ്റ്റേറ്റ്മെന്റിലേക്കും മണിശങ്കർ അയ്യരുടെ സ്റ്റേറ്റ്മെന്റുകളിലേക്കും മടങ്ങിപ്പോകുന്ന കോൺഗ്രസ് BJP ആണ് നമ്മൾ കാണുന്നത്. BJP ഇത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ പ്രചരണ രീതി ഇതായിരുന്നില്ല. BJP അവരവരുടേതായ നരേഷൻ, അവരവരുടേതായ മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിനോടൊപ്പം സഞ്ചരിക്കുക എന്നതായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിന് പിന്നാലെ സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ പ്രചരണ രംഗത്ത് ബഹുദൂരം പിന്നിലായിരിക്കുന്നു NDA എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അർത്ഥത്തിൽ ഇനി വരാൻ പോകുന്നത്, ഇന്നലെ ഒരു വലിയ കൊടുങ്കാറ്റ് സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. ആ കൊടുങ്കാറ്റിന്റെ തുടർച്ചയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്. അതൊരു ചെറിയ മാറ്റമായിരിക്കില്ല എന്ന് ഞാൻ കാണുന്നു. ഇന്നത്തെ പ്രസംഗം ആ രീതിയിൽ നരേന്ദ്രമോദിയെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട്, BJPയുടെ സ്ട്രാറ്റജിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട് എന്ന് ഈ ആം ആദ്മി പാർട്ടിയിലെ ഒരു നേതാവ് പറഞ്ഞു. ഇന്നലെ അക്ഷയ തൃതീയായിരുന്നു. അക്ഷയ തൃതീയ സാധാരണ രീതിയിൽ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓസ്പീഷ്യസ് ഡേ ആണ്. ആ ദിവസം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നു എന്നുള്ളതൊരു പ്രധാന സൂചനയാണ്. അത് ആം ആദ്മി പാർട്ടിക്കും രാജ്യത്തിനും ഐശ്വര്യം കൊണ്ടുവരും. പുറത്തിറങ്ങാൻ ഇടയാകിയ ഒരു സാഹചര്യം. രസകരമായ ഒരു കാര്യം, ഇന്നലെ അവിടെ കാറ്റും പൊടിക്കാറ്റും ബഹളമൊക്കെ ഉണ്ടായല്ലോ. ഞാൻ ഇറങ്ങിയതിന്റെ കാറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്റ്റോം വന്നിരുന്നു, ഇന്നലെ ഒരു കൊടുങ്കാറ്റ് വന്നിരുന്നു. ആ കൊടുങ്കാറ്റിന്റെ തുടർച്ചയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ. 140 ദിവസങ്ങളിൽ 140 കോടി ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നേരത്തെ സൂചിപ്പിച്ചു, ഈ ആകെ ഇനി അവശേഷിക്കുന്ന 21 മണിക്കൂറാണ്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഞാൻ 36 മണിക്കൂർ പണിയെടുക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിനകത്തൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അത് BJPയുടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു ബേസിക് പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. ആം ആദ്മി പാർട്ടി അവരുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയായി ഡയറക്റ്റായിട്ട് പ്രഖ്യാപിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ, വർക്ക് ആൻഡ് വർക്ക്. പണിയെടുക്കുക. ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ടാണ് ഹനുമാനെ പോലും അതുമായി ബന്ധപ്പെട്ടാണ്. ഹനുമാൻ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ പ്രിയപ്പെട്ട രാമന് വേണ്ടി എന്തും പണിയെടുക്കുന്ന ആളാണ്. അതുപോലെ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന, ഒരുപക്ഷെ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം ആം ആദ്മി പാർട്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ, 2020 യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഹനുമാനിലേക്ക് മാറുന്ന ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് വരിക? ഈ പ്രത്യയശാസ്ത്രത്തെ അഥവാ ഒരു മിഡിൽ ക്ലാസിൻ്റെ ആശയത്തെ കൂടുതൽ നന്നായി വിളക്കി ചേർക്കാൻ കഴിയുന്നത് രാമനല്ല, പകരം രാമഭക്തനായ ഹനുമാനാണ്. അവിടെ ഹനുമാൻ ലാളിത്യമുള്ളവനായിത്തീരുന്നു. രാമന്റെ രാജ്യത്തിൽ ഭരിക്കുന്നത് രാമനായിരിക്കും, പക്ഷെ ഞാൻ ഹനുമാനെയാണ് ഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ രാമനാകാനല്ല ആഗ്രഹിക്കുന്നത്, പകരം ദേശത്തിന്റെ ഹനുമാനാകാനാണ് എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ. എന്ന് പറഞ്ഞാൽ ഹനുമാൻ ഭക്തനായ, ഹനുമാൻ ചാലീസ് ചൊല്ലുന്ന ഈ എനിക്ക് വോട്ട് നൽകിയാൽ ഈ രാജ്യത്തിന് വേണ്ടിയായിരിക്കും അത്, അതിനുവേണ്ടി തൻ മൻ ധൻ ഇത് ഞാൻ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ച് പോരാടുന്നുവെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. അത് റെട്ടറിക്കിനേക്കാളും അപ്പുറം സാധാരണക്കാരിലേക്ക് എത്തിയ പ്രസംഗമാണ്. ഈ പ്രസംഗം കൂടിയാണ് BJP ഭയക്കുന്നത്. ഈ പ്രസംഗത്തിന്റെ സ്വഭാവം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലില്ല. കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഒരാൾക്ക് പോലും ആ രീതിയിൽ ഇതേപോലെ വൈകാരികമായ കണക്റ്റോടുകൂടി പ്രസംഗിക്കാൻ കഴിയില്ല. അത് നന്നായി അറിയാവുന്നയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അത് നമ്മൾ അണ്ണാ ഹസാരെ മൂവ്മെന്റിൽ കണ്ടതാണ്. അതിനുശേഷമുള്ള 2014-ലെയും 2015-ലെയും പ്രസംഗങ്ങളിൽ കണ്ടതാണ്. 2020-ലെ പ്രസംഗത്തിൽ കണ്ടതാണ്. ഇന്നത്തെ ദിവസവും ആ രീതിയിൽ മാർക്ക് ചെയ്യപ്പെടുന്നൊരു ദിവസം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സ്മൃതി, Meet the editors.